ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ ഇന്നു മുതൽ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കും. കൂടാതെ നമ്മൾ 2023 മുതലുള്ള കറണ്ട് അഫയേഴ്സ് കൂടി നിങ്ങളിലേക്ക് എത്തിക്കും. അത് ഓരോ മാസം PSC ബുള്ളറ്റിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ എത്തിക്കുന്നത്. നമ്മൾ ഓൾറെഡി ജനുവരി 2023 ഒരു വീഡിയോ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഐ ബട്ടണിൽ കൊടുക്കാം. അതുപോലെ ഈ ആഴ്ച തന്നെ 2 മാസത്തെ കറണ്ട് അഫയേഴ്സ് കൂടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. ഫെബ്രുവരി 2023 മാർച്ച് 2023 PSC ബുള്ളറ്റിൽ നിന്നെടുത്താണ്. പരീക്ഷയ്ക്ക് ഏകദേശം ചോദ്യങ്ങൾ വരുമെന്ന് ഉറപ്പുള്ള ഭാഗങ്ങൾ തന്നെയാണ് കൃത്യമായും എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ PDF ലഭ്യമാകണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അംഗമാവുക. കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനലിന്റെ പേര്. അതിൽ അംഗമായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ക്ലാസ്സുകൾ ഇട്ട് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ അതിന്റെ PDF ലഭ്യമാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഏറ്റവും പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമ്മൾ വരാൻ വേണ്ടി പോവുകയാണ്. ഏപ്രിൽ 1-ാം തീയതി മുതൽ വളരെ സമഗ്രമായി സമ്പൂർണമായി എന്ന രീതിയിൽ നമ്മൾ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ദിവസം 2-3 ക്ലാസ്സുകളൊക്കെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ടെലഗ്രാം ചാനലിൽ അംഗമാവുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഇന്നത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ചോദ്യം. 2024 മാർച്ചിൽ ലോകത്തിലെ ആദ്യത്തെ ഓം ആകൃതിയിലുള്ള ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇപ്പൊ ഓം ആകൃതിയിലൊരു ക്ഷേത്രം, ലോകത്തെ ആദ്യത്തെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണെന്നാണ് ചോദ്യം. ഇപ്പൊ 2024 മാർച്ചിലാണ് ലോകത്തിലാദ്യത്തെ ഓം, നമുക്കറിയാം ഇതാണ് ഓം എന്ന് പറയുന്ന ഷേപ്പ്. ഈ ഓം ആകൃതിയിലുള്ള ക്ഷേത്രം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? അത് 4 ഓപ്ഷൻ ആണ്. ഇതിൽ പാലി രാജസ്ഥാൻ എന്നതാണ് ശരിയായ ഉത്തരം. പാലി രാജസ്ഥാൻ. രാജസ്ഥാനിലെ പാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ആ ക്ഷേത്രം എന്ന് പറയുന്നത്. ഓം ഷേപ്പിലുള്ള ക്ഷേത്രം. ഇതാണ് ആ ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ ചിത്രമാണ്. ഇനി 250 ഏക്കറിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അതായത് നമ്മുടെ പാലി എന്ന് പറയുന്ന സ്ഥലത്തെ ജഡാൻ വില്ലേജിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 250 ഏക്കറിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി രാജസ്ഥാന്റെ പൊതുവായ കാര്യം നോക്കിയാൽ രാജസ്ഥാന്റെ തലസ്ഥാനം ജയ്പൂരാണ് തലസ്ഥാനം. രാജസ്ഥാന്റെ മുഖ്യമന്ത്രി ആരാണ്? ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാന്റെ മുഖ്യമന്ത്രി. അതുപോലെ അവിടുത്തെ ഗവർണർ കൽരാജ് മിശ്ര. ഇത്രയും കാര്യം ഓർത്തു വെക്കുക. അടുത്തൊരു ചോദ്യം, ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ സിഇഒയും MD-യുമായി നിയമിതനായത് ആരാണ്? ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ സിഇഒയും MD-യുമായി നിയമിതനായത് ആരാണ്? വിനയ് കുമാർ, അഭയ് കെ, നിധു സക്സേന, ദിനേശ് കുമാർ. ആരാണ് ഉത്തരം? ഇദ്ദേഹമാണ് ഈ ഒരു ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ സിഇഒയും MD-യുമായി നിയമിതനായത്. ഇദ്ദേഹമാണ് നിധു സക്സേനയാണ് ഇതിന്റെ ഉത്തരം. നിധു സക്സേന. 2024 മാർച്ച് 27 മുതൽ 3 വർഷത്തേക്കാണ് ഇദ്ദേഹത്തിന്റെ നിയമനം. ഇദ്ദേഹത്തിന് മുമ്പ് AS രാജീവാണ് ഈ ഒരു ചുമതല വഹിച്ചത്. AS രാജീവാണ്. ഈ AS രാജീവ് നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ വിജിലൻസ് കമ്മീഷണറായി നിയമിതനായിട്ടുണ്ട്. അപ്പോ പുതിയ വിജിലൻസ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ അത് AS രാജീവാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ പുതിയ വ്യക്തി അത് AS രാജീവാണ്. ഇദ്ദേഹം മുൻപ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ സിഇഒയും MD-യുമായിരുന്നു. ഇദ്ദേഹത്തെ വിജിലൻസ് കമ്മീഷൻ ആക്കിയതോടെയാണ് നിധു സക്സേന പുതിയ സിഇഒയും MD-യുമായി ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ ചുമതലയേറ്റത്. ഇനി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര രൂപം കൊണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1935 സെപ്റ്റംബർ 16-നാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര രൂപം കൊള്ളുന്നത്. ഇതിന്റെ ആസ്ഥാനം പൂനെയാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, മേഡം തുസാഡ്സ് മ്യൂസിയം ദുബായിലെ മെഴുകുപ്രതിമയിൽ ഇടം നേടിയ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ നടനാരാണ്? മേഡം തുസാഡ്സ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദുബായിലാണ്. ഈ ദുബായിൽ സ്ഥിതി ചെയ്യുന്ന മേഡം തുസാഡ്സ് മ്യൂസിയത്തിന് മെഴുകുപ്രതിമയിൽ ഇടം നേടിയ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ നടൻ അല്ലെങ്കിൽ തെന്നിന്ത്യൻ നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം അത് അല്ലു അർജുനനാണ്. ആരാണ്? അല്ലു അർജുനാണ് ഈ ഒരു മാഡം തുസാഡ്സ് മ്യൂസിയത്തിൽ ഇടം നേടിയ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ ആക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലു അർജുൻ. അടുത്തത്, 2024 മാർച്ചിൽ 2024-2025 തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള അവിദഗ്ധ തൊഴിലാളികളുടെ വാർഷിക വേതന നിരക്ക് പരിഷ്കരിച്ചത് ഏത് മന്ത്രാലയമാണ്?
ഇപ്പൊ 2024 മാർച്ചിൽ എന്ത് ചെയ്തു? 2024-25 വർഷത്തിലേക്കുള്ള തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള ആ വിദഗ്ധ, അതായത് അൺസ്കിൽഡ് വർക്കേഴ്സിന്റെ വാർഷിക വേതന നിരക്ക് പരിഷ്കരിച്ചു. ഇത് ഏത് മന്ത്രാലയമാണ് പരിഷ്കരിച്ചതെന്നാണ്? ആഭ്യന്തര വകുപ്പ്, റൂറൽ ഡെവലപ്മെന്റ്, ധനകാര്യം, സോഷ്യൽ വെൽഫെയർ. ഇത് റൂറൽ ഡെവലപ്മെന്റ് മന്ത്രാലയമാണ് പരിഷ്കരിച്ചിരിക്കുന്നത്. ഏതാണ്? റൂറൽ ഡെവലപ്മെന്റ് മന്ത്രാലയം. റൂറൽ ഡെവലപ്മെന്റ് മന്ത്രാലയം. 2023-24 കാലഘട്ടത്തിൽ 261 രൂപയാണ് ഉണ്ടായിരുന്നത്. അത് 2024-25 കാലഘട്ടത്തിൽ 289 രൂപയായിട്ടാണ് വർദ്ധിച്ചത്. 289 രൂപ, അതായത് ദിവസം 28 രൂപയുടെ വർധനവ്. 28 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. 2024 ഏപ്രിൽ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ 2023-24 കാലഘട്ടത്തിൽ 261 രൂപയായിരുന്നു. എന്നാൽ 2024-25 അത് 289 രൂപയായി വർദ്ധിപ്പിച്ചു. 28 രൂപ ഒരു ദിവസം വർദ്ധിപ്പിച്ചു എന്നാണ് കണക്ക്. അടുത്തത് ഏത് മന്ത്രാലയമാണ് 2024 ഏപ്രിൽ 1 മുതൽ അഫ്സ്പ നാഗാലാൻഡിലെയും അരുണാചൽ പ്രദേശിലെയും ചില ജില്ലകളിൽ കൂടി 6 മാസത്തേക്ക് നീട്ടിയത്? അപ്പൊ ഏത് മന്ത്രാലയമാണ് അഫ്സ നീട്ടിയതെന്നാണ്? 2024 ഏപ്രിൽ 1 മുതലാണ് അഫ്സ നാഗാലാൻഡിലെയും അരുണാചൽ പ്രദേശിലെയും ചില ജില്ലകളിൽ കൂടി 6 മാസത്തേക്ക് നീട്ടിയത്. അത് ധനകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, റൂറൽ ഡെവലപ്മെന്റ്, പ്രതിരോധ വകുപ്പ്. പ്രതിരോധ വകുപ്പാണ് നടപടി നടത്തുന്നതെങ്കിലും ഇത് പ്രഖ്യാപിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയമാണ്. അഫ്സ പ്രഖ്യാപിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയമാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അമിത്ഷാ. പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമാണ് എന്ന് ഓർക്കുക. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് എന്നാണ് അഫ്സയുടെ AFSPA. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് 1958 ഇത് നടപ്പാക്കുന്നത്. ജമ്മു ആൻഡ് കാശ്മീരില്, ആസാമില്, അരുണാചൽ പ്രദേശില്, മണിപ്പൂരിലും നാഗാലാൻഡ് എന്ന് പറയുന്ന ഇത്രയും സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. സംസ്ഥാനത്ത് UK ആണ്, അതായത് യൂണിയൻ ടെറിട്ടറി ആണെന്ന് മനസ്സിലാക്കുക. UT. ഓക്കെ. അപ്പൊ ഇത്രയും ഈ ഒരു കാര്യം നിങ്ങളോട് മനസ്സിലാക്കുക. അടുത്തത് 2024 മാർച്ചിൽ നൊബേൽ സമ്മാന ജേതാവ് ഡാനിയേൽ കഹ്നെമാൻ 90-ാം വയസ്സിൽ അന്തരിച്ചു. ഏത് മേഖലയിലായിരുന്നു ഇദ്ദേഹം പ്രശസ്തൻ? അതല്ലെങ്കിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിൽ എന്നാണ്? ഇപ്പൊ 2024 മാർച്ചിലാണ് നൊബേൽ സമ്മാന ജേതാവായിരുന്ന ഡാനിയേൽ കഹ്നെമാൻ 90-ാം വയസ്സിൽ അന്തരിച്ചത്. ഇദ്ദേഹം ഏത് മേഖലയിലെ പ്രശസ്തനാണ്? ഇദ്ദേഹം ബിഹേവിയറൽ ഇക്കണോമിക്സിലാണ് പ്രശസ്തൻ. ബിഹേവിയറൽ ഇക്കണോമിക്സിലാണ് ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഇദ്ദേഹമാണ് ഡാനിയേൽ കഹ്നെമാൻ എന്ന് പറയുന്ന വ്യക്തി. 2002 ഇദ്ദേഹത്തിന് എക്കണോമിക്സിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. 2002 നൊബേൽ സമ്മാനം ലഭിച്ചു. ഈ മാർച്ചിലാണ് 90-ാം വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഓർത്തു വെക്കുക. അടുത്തൊന്ന്, ഇന്ത്യയിലെ ആദ്യ പന്നിപ്പനി വാക്സിൻ സാങ്കേതിക വിദ്യ വാക്സിൻ നിർമ്മാണ കമ്പനിയായ ബയോമെഡ് പ്രൈവറ്റ് ലിമിറ്റഡിന് കൈമാറിയ IIT ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വാക്സിൻ സാങ്കേതിക വിദ്യ വാക്സിൻ നിർമ്മാണ കമ്പനിയായ ബയോമെഡ് പ്രൈവറ്റ് ലിമിറ്റഡിന് കൈമാറി. അതൊരു IIT ആണ് കൈമാറിയത്. ഇങ്ങനെ കൈമാറിയ IIT ഏതാണ്? 4 IIT ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇതാ IIT ഗുവാഹത്തിയാണ്. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗുവാഹത്തിയാണ് ഇത്തരത്തിലൊരു സാങ്കേതിക വിദ്യ വാക്സിൻ നിർമ്മാണ കമ്പനിയായ ബയോമെഡ് പ്രൈവറ്റ് ലിമിറ്റഡിന് കൈമാറിയിരിക്കുന്നത്. അപ്പൊ ഓർക്കുക, ഇന്ത്യയിൽ അതിന് ആദ്യത്തെ പന്നിപ്പനി വാക്സിൻ സാങ്കേതിക വിദ്യ വാക്സിൻ നിർമ്മാണ കമ്പനിയായ ബയോമെഡ് പ്രൈവറ്റ് ലിമിറ്റഡിന് കൈമാറിയത് IIT ഗുവാഹത്തിയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തൊരു ചോദ്യം, FICCI ലേഡീസ് ഓർഗനൈസേഷൻ FLOന്റെ 41ാമത് ദേശീയ അധ്യക്ഷനാകുന്ന വ്യക്തി ആരാണ്? FICC ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കൊമേഴ്സ് ഓഫ് ചേംബർ ആൻഡ് ഇൻഡസ്ട്രീസ് എന്നാണ്. ചേംബർ ആൻഡ് ഇൻഡസ്ട്രീസ് അതിന്റെ ലേഡീസ് ഓർഗനൈസേഷൻ ആണ്. അതിന്റെ 41ാമത്തെ ദേശീയ അധ്യക്ഷനാകുന്ന വ്യക്തി അത് ജോയ് ശ്രീ ദാസ് വർമ്മയാണ്. ഇദ്ദേഹമാണത്, ജോയ് ശ്രീ ദാസ് വർമ്മ. FICCIയുടെ ലേഡീസ് ഓർഗനൈസേഷൻ അത് വിളിക്കുന്നത് FLO എന്നാണ്. FLOന്റെ 41ാമത് ദേശീയ അധ്യക്ഷനാകുന്ന വ്യക്തിയാണ് ജോയ് ശ്രീ ദാസ് വർമ്മ എന്ന് പറയുന്നത്. ജോയ് ശ്രീ ദാസ് വർമ്മ. അടുത്തിടെ അന്തരീക്ഷവും ബഹിരാകാശ അന്തരീക്ഷവും നിരീക്ഷിക്കുന്നതിനായി യുൻഹായ് 302 ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ്? യുൻഹായ് 3 എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇത് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? അതായത് അന്തരീക്ഷവും ബഹിരാകാശ അന്തരീക്ഷവും നിരീക്ഷിക്കുന്നതിനായിട്ടാണ് യുൻഹായ് 302 ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചത്. ഇത് വിക്ഷേപിച്ച രാജ്യം അത് ചൈനയാണ്. ചൈനയാണ് ഇത്തരത്തിലൊരു യുൻഹായ് 302 വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്നത്. ഇതാണ് ആ ഒരു ഉപഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ യുൻഹായ് 302 ചൈനയാണ്. അതെന്താണ്? അന്തരീക്ഷവും ബഹിരാകാശ അന്തരീക്ഷവും നിരീക്ഷിക്കുന്നതിനായിട്ടാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. അടുത്തത് 2024 ബോക്സിംഗ് സബ് ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ഏത് സംസ്ഥാനമാണെന്നാണ്? 2024 ബോക്സിംഗ് സബ് ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ സംസ്ഥാനമാണ് ഹരിയാന. ഏതാണ്?
ഹരിയാനയാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഹരിയാനയാണ് ഉത്തരം. ഓക്കെ, ഇതാണ് അതിന്റെ ഫോട്ടോ. ഹരിയാന കിട്ടിയതിന്റെ ഫോട്ടോ ആണ്. ഓക്കെ, അപ്പൊ 2024 ബോക്സിംഗ് സബ് ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ഹരിയാന. മറ്റൊന്ന്, ലഡാക്കിന് സംസ്ഥാന പദവി നൽകുന്നതിനും ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നതിനുമുള്ള ആവശ്യത്തെ പിന്തുണച്ച് 2024 ഏപ്രിൽ 7 മുതൽ ബോർഡർ മാർച്ച് ആരംഭിക്കുന്നത് ആരാണ്? അപ്പോൾ ലഡാക്കിന് സംസ്ഥാന പദവി നൽകുന്നതിനും ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നതിനുമുള്ള ആവശ്യത്തെ പിന്തുണച്ച് 2024 ഏപ്രിൽ 7 മുതൽ ബോർഡർ മാർച്ച് ആരംഭിക്കുന്ന വ്യക്തി ആരാണെന്നാണ്. ഇദ്ദേഹമാണ് ഈ ഒരു ബോർഡർ മാർച്ച് ഏപ്രിൽ 7ാം തീയതി മുതൽ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് സോനം വാങ്ചുക്. സോനം വാങ്ചുക് ആണ് ഇദ്ദേഹം. സോനം വാങ്ചുക് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്തിനാണ് സമരം നടത്തുന്നത്? ലഡാക്കിന് സംസ്ഥാന പദവി ലഭിക്കണം, കൂടാതെ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക, ഇങ്ങനെയുള്ള ആവശ്യത്തെ പിന്തുണച്ച്, ഇങ്ങനത്തെ ആവശ്യം പൊതുവെ അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു ആവശ്യത്തെ പിന്തുണച്ചാണ് ഇദ്ദേഹം ഏപ്രിൽ 7 മുതൽ ബോർഡർ മാർച്ച് ആരംഭിക്കുന്നത്. സോനം വാങ്ചുക്. അടുത്തത്, വികലാംഗർക്കായി സാക്ഷം ആപ്പ് ആരംഭിച്ചതാരാണ്? അപ്പൊ സാക്ഷം ആപ്പ് വികലാംഗർക്ക് വേണ്ടി സാക്ഷം പേഴ്സൺ ഓഫ് ഡിസബിലിറ്റീസ് ആണ്. ഇങ്ങനെ സാക്ഷം ആപ്പ് ആരംഭിച്ചതാരാണ്? ഇത് ഇലക്ഷൻ കമ്മീഷൻ ആണ്, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത്തരത്തിലൊരു ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. സാക്ഷം ECI എന്നാണ് അതിന്റെ പേര്. ഇതാണ് അതിന്റെ എംബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ എംബ്ലം. അപ്പൊ ഇലക്ഷൻ കമ്മീഷനാണ് സാക്ഷം ആപ്പ് വികലാംഗർക്കായി ആരംഭിച്ചിരിക്കുന്നത്. അടുത്തത്, ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2024 കിരീടം നേടിയതാരാണ്? ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2024 കിരീടം ലാൻഡോ നോർണോസ്, കാർലോസ് സൈനസ്, ചാൾസ് ലെക്ലർക്ക്, ഓസ്കാർ പിയസ്ട്രി എന്ന് പറയുന്ന 4 പേര്. ഇതിൽ ആരാണ് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2024 കിരീടം നേടിയതെന്നാണ് ഉത്തരം. കാർലോസ് സൈനസ് ആണ്. കാർലോസ് സൈനസ് ആണ് ഈ കാണുന്ന വ്യക്തി. ഇദ്ദേഹമാണ് 2024 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് കിരീടം നേടിയിരിക്കുന്നത്. അടുത്തത്, 2024 ആബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ആബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നാണ് ഉത്തരം. ഈ കാണുന്ന വ്യക്തിക്കാണ്. ഇദ്ദേഹത്തിന്റെ പേരാണ് മൈക്കൽ ടെലഗ്രാൻഡ് എന്ന് പറയും. മൈക്കൽ ടെലഗ്രാൻഡ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് 2024 ആബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2024 ആബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മൈക്കൽ ടെലഗ്രാൻഡ് എന്ന് പറയുന്ന വ്യക്തിക്കാണ്. ഈ കാണുന്നതാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് ഈ എന്താ പറയണ്ടേ 30ാം തീയതി വരെ നമ്മൾ ഏകദേശം പറയുന്നത്. 30ാം തീയതി കറണ്ട് അഫയേഴ്സ് ആയി നിങ്ങൾ എടുക്കുക. 31ന്റെ കറണ്ട് അഫയേഴ്സ് നമ്മൾ നാളെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇതിന്റെ PDF നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ, കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനിയും ഈ നമ്മുടെ ഈ ടെലഗ്രാം ചാനലിൽ അംഗമാകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ അംഗമാവുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന് തന്നെയാണ്. ആ പേജ് ഫോളോ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്ത് കൂടെ കൂടുക. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒരു ലൈക്ക്, പിന്നെ നിങ്ങൾക്ക് കമന്റുകൾ താല്പര്യമുണ്ടെന്ന് എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. കമന്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകളും ഏറ്റവും പുതിയ വീഡിയോസും ഏറ്റവും പുതിയ പുത്തൻ മെമ്മറി കോഡുകളും ഒക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏറ്റവും കട്ടക്ക് കൂടെ നിൽക്കുക. പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാകുന്ന ഏറ്റവും മികച്ച ക്ലാസ്സുകളുമായി നമ്മൾ നാളെ മുതൽ പുതിയ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക്